ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് രണ്ട് അടിപൊളി റെസിപ്പീസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്പെഷ്യൽ പാർട്ടീസിലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഉണ്ടാക്കുമ്പോൾ സ്റ്റാറാവാൻ പറ്റിയ രണ്ട് അടിപൊളി റെസിപ്പീസാണ് മസാല ഗീ റൈസും പയ്യോളി ചിക്കനും. അപ്പോൾ ആദ്യം മസാല ഗീ റൈസ് അല്ലെങ്കിൽ മസാല നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് നേരിയ അരി അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി ജീരകശാല റൈസാണ് കേട്ടോ എടുത്തതിന്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 കിലോ ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഇത് എടുത്ത് മാറ്റി വെക്കുക. ഇപ്പോൾ കഴുകോ സോക്കിയോ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല ഗീ റൈസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ മസാലാസായിട്ട് 2 ചെറിയ പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ചെറിയൊരു എരിവ് ഉണ്ടാവും, കുറച്ചധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൂടുതലെടുക്കുക. പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, പെരുംജീരകമാണ് കേട്ടോ എടുത്തിന്. അപ്പോൾ ഇതെല്ലാം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. പേസ്റ്റാക്കി അരക്കൊന്നും വേണ്ട, ക്രഷ് ചെയ്തിട്ട് വേണ്ടിട്ട് എടുക്കാൻ. ഈ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും കേട്ടോ, നല്ല സ്മെല്ലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇതെല്ലാം. കുറച്ച് 1-2 ഐറ്റംസും കൂടി ഉണ്ട്. ആദ്യം ഇതൊന്ന് ചതച്ച് മാറ്റി വെക്കുക. ഇതേപോലെ ആയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയിൽ വലിയ സവാള ഞാൻ നേരിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ടാക്കി വെച്ചിന്. ഇനിയിപ്പം നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന പാത്രം ആ ഒരു പോട്ട് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ, രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാട്ടോ എടുത്തത്. വെളിച്ചെണ്ണക്കാണ് കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നൽ. എനിക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഉള്ളിയിലെ അതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇതും കൂടി കൂടുമ്പോഴാണ് ഈ ഒരു നെയ്ച്ചോറിന് നല്ല ഒരു സ്പെഷ്യൽ ആവുന്നത് കേട്ടോ. അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ഉള്ളിയാണ് ഇപ്പം പൊരിച്ചെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ സെർവ് ചെയ്യുന്ന ടൈമിലും എല്ലാം നല്ല സ്മെല്ലിനും എല്ലാം വേണ്ടിയിട്ട് ടേസ്റ്റിനും എല്ലാം ഇത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാദ്യം ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു കുറച്ചുള്ളിയിലെ അതിലേക്ക് ഇട്ടിട്ട് തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോ. കാര്യം ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലാസലിലേക്ക് ഇടുക. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ. ഇപ്പോൾ കണ്ട നല്ലൊരു സ്മെല്ലെല്ലാം വന്നിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തതിന്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങൻ്റെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതേ ചെറുനാരങ്ങയിൽ നിന്ന് 1-2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തതിന്. ഈ ഒരു ചെറുനാരങ്ങൻ്റെ തൊലിക്ക് പ്രത്യേക ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിന്. വലിയ പീസൊന്നും ഇടണ്ട, ഇങ്ങനെ 2 ചെറിയ പീസ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ലോണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ അരിയെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരും കേട്ടോ. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്കിന് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഇടുക. ഈ സമയത്ത് മാത്രം കഴുകിയിട്ടാൽ മതി കേട്ടോ. വെള്ളം തിളക്കുന്ന സമയത്ത് കഴുകിയിട്ടിട്ടാൽ മതി. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കറിവേപ്പില ഇടുക കുറച്ച് ഈ സമയത്ത്. ഈ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ല സ്മെല്ല് വരിക. കറിവേപ്പില എന്തായാലും ഇടണം കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി ഇളക്കി ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ തിളച്ച് ഒരു 2-3 മിനിറ്റ് ആയാൽ തന്നെ ഈ ഒരു പരുവത്തിലാവും, ഇങ്ങനെ ബബിൾസ് വരുന്നൊരു പരുവത്തിലാവും. ഇത് കണ്ട ഇതിൽ നല്ല വെള്ളം ഉണ്ടാവും, പക്ഷേങ്കിൽ വെള്ളം വറ്റിയിട്ടില്ല. പക്ഷേ അരിയെല്ലാം മേലേക്ക് പൊങ്ങി വന്ന് എന്താ പറയുക, ഒരു കറക്റ്റ് ലെവലിലാവുമല്ലോ. ആ സമയത്ത് ബബിൾസ് എല്ലാം വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. നമ്മൾ ആദ്യം മസാല പൊടിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഗരം മസാലേൻ്റെ ഐറ്റംസ് എല്ലാം ഇട്ടിനല്ലോ, അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെക്കുക. നല്ല ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. എന്നിട്ടൊന്ന് മറിച്ച് വെച്ചെടുക്കുക. എന്താ പറയുക, മൊത്തത്തിലൊന്ന് മറിച്ച് വെച്ചിട്ട് പിന്നെയും ഒന്ന് ലെവൽ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റും കൂടി വേവിച്ചാൽ നെയ്ച്ചോറ് റെഡിയായി. ഇങ്ങനെ നമ്മൾ ആ ഒരു വെള്ളം ബബിൾസ് വന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നല്ല ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അത്രയും വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, പിന്നെ നല്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ അടിക്കി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഞാൻ പിന്നെയും അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയതാണ്.
1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കറക്റ്റ് അളവാണ് കേട്ടോ. ഇതേപോലെ ചോറെല്ലാം വേറെ വേറെ ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് കുറച്ചും കൂടി കുഴഞ്ഞ ചോറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ഫ്ലേവറുകളാണ്. ഇത് എല്ലാ കറിൻ്റെയൊക്കെയും അടിപൊളിയായിട്ട് മാച്ച് ആവും കേട്ടോ. മീൻ കറിയായാലും ചിക്കനായാലും ബീഫായാലും ഏത് കറിൻ്റെയൊക്കെയും അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഇതിന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈയും കൂടി കാണിച്ചു തരാം. പയ്യോളി ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളിയാണ്. ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. തേങ്ങയിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 ഇതേപോലെ ലെഗും തൈയെല്ലാം വരുന്ന ഒരു പീസില്ലേ, അതാട്ടോ എടുത്തത്. ചിക്കൻ്റെ ഏത് പീസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേങ്കിൽ ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, വീഡിയോയിൽ രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ 4 പീസസ് എടുത്തേട്ടാ. ഇനിയിപ്പം ഇതിൽ നമുക്ക് നല്ലോണം വരഞ്ഞു കൊടുക്കണം. പയ്യോളി ചിക്കനില്ലേ ഭയങ്കര സ്പെഷ്യലാവാൻ കാര്യം ഇതിൽ നമ്മൾ തേങ്ങയെല്ലാം ഇട്ടൊന്ന് വറവെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു മസാല ഉണ്ടാവും. എന്താ പറയുക, സാധാരണ ചിക്കൻ ഫ്രൈ പോലെയല്ല, അടിപൊളിയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചിക്കൻ പീസസ് എല്ലാം ഞാനിങ്ങനെ വരഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോൾ മൊത്തത്തിൽ 1 കിലോയിൽ താഴെയായിട്ട് ഉണ്ടാവും ചിക്കൻ്റെ വെയിറ്റ്. ചെറിയ ചിക്കനാണ്. അപ്പോൾ മൊത്തത്തിൽ വരഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കുക. ഇനിയിപ്പം ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 10 12 ഈ മുളക് എടുത്തേനെ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ല. ഇത് മറ്റേ എരിവുള്ള മുളകില്ലേ, അതാട്ടോ ഞാൻ എടുത്തേനെ. എൻ്റെ കയ്യിൽ കാശ്മീരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ എരിവുള്ളത് എടുത്തത്. മറ്റേ ആകുമ്പോൾ കുറച്ചും കൂടി കളർ ഉണ്ടാവുമല്ലോ കാശ്മീരി ചില്ലി ആകുമ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. മുളക് നല്ല സോഫ്റ്റായിട്ട് വരാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഓഫ് ചെയ്യുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, ഇത്രയും ഐറ്റംസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ക്വാണ്ടിറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് ആദ്യം ആ മുളക് ചൂടാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറിയ ജാറിലേക്ക്. ആ മുളകിൻ്റെ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിന് കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി, ഒരു 5-10 അല്ലി ചെറിയ ഉള്ളി, 5-6 വെളുത്തുള്ളി, ഇതുപോലെ 3-4 പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ഇടാം. ഇനിയിപ്പം ഇതൊന്ന് ചതച്ചെടുക്കുക. ആദ്യം നമ്മൾ മുളക് പൊടി വെച്ചിട്ട് ചെയ്യുന്നതും ഇങ്ങനെ മുഴുവൻ മുളക് ഇതേപോലെ അരച്ച് ചെയ്യുന്നതും രണ്ടും 2 ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള സ്പെഷ്യൽ മസാല. കുറച്ച് ഐറ്റംസും കൂടി വേണം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മല്ലിപ്പൊടിയും ഞാൻ ടീസ്പൂണിൽ തന്നെയായിട്ട് എടുത്ത്, ഒന്നും ടേബിൾ സ്പൂണിലല്ല. ഇനിയിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഒരു വലിയ ചെറുനാരങ്ങൻ്റെ മൊത്തം നീരും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയെല്ലാം വേണം ചിക്കനിലോട്ട് നല്ലോണം മസാല പിടിക്കാൻ. ഇത് ആവശ്യമാണ് കേട്ടോ. വലിയൊരു ചെറുനാരങ്ങ മൊത്തത്തിൽ പിഴിഞ്ഞൊഴിച്ചിന്. അഥവാ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി എടുത്താലും മതി കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമല്ല. ഈ സമയത്തില്ലേ മസാലേൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ഉപ്പുണ്ടോയെന്ന്. അഥവാ ഉപ്പെങ്ങാനും കുറഞ്ഞു പോയാൽ പിന്നെ ചിക്കനിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു മണിക്കൂർ വെച്ചിന്. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അതിന് മുന്നേയിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും 1 ടേബിൾ സ്പൂണോളം തന്നെ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വേണം പൊരിക്കാൻ. നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യേണ്ട. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം മതി, കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം മതി. രണ്ടും ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നേരെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും എടുത്താൽ മതി. നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ.
പിന്നെ ഇങ്ങനെ ബാക്കി വരില്ലേ മസാല, ഇനി ഈ മസാല നമുക്ക് നിർബന്ധമാണ് കേട്ടോ. മസാല എന്തായാലും ഇങ്ങനെ കുറച്ച് ബാക്കി വരണം. ആ മസാലയിലേക്ക് നമുക്ക് തേങ്ങയിൽ ആ മസാല മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കുക. കൂടുതൽ ഈ മസാല ഈ പറഞ്ഞ പോലെ ഈ തേങ്ങ മസാല ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാക്കി വന്ന മസാലയില്ലേ അതിട്ട് കൊടുക്കുക. ഇനി കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മസാല തേങ്ങയിലേക്ക് പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് പയോളി ചിക്കൻ്റെ സ്പെഷ്യൽ. ഈ തേങ്ങ ഫ്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ മേലയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുരുമുരാന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ്റെ ഒക്കെ ഇതും കൂട്ടി കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മസാലയൊന്നും പോവാതെ കോട്ടിംഗ് ഒന്നും പോവാണ്ട് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ട് ചിക്കൻ വേവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ വലിയ പീസ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ പീസിലായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിന്. ഇനി ഞാനിത് കോരി മാറ്റാൻ പോവല. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഇല്ലേ, ഓയിലിൻ്റെ തീ നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ അങ്ങ് കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മളെ മസാല തേച്ച് വെച്ചിട്ടുള്ള തേങ്ങയിലെ ഇതിലേക്കിട്ടിട്ട് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി. ഇങ്ങനെ തേങ്ങയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പൊട്ടി ലാസ്റ്റ് അധികം സൗണ്ടൊന്നും ഇല്ലാണ്ട് വരും. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടൊന്നും ഇല്ലാണ്ട് വരും. അത്രയും വരെ ഫ്രൈ ചെയ്യണം. പക്ഷെങ്കിൽ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ലാസ്റ്റ് മൊത്തത്തിലൊന്ന് സൈലൻ്റ് ആവും. ആ സമയത്ത് കോരി മാറ്റിയാൽ മതി. ഇതേപോലെ വേണം ഉണ്ടാവാൻ. നല്ല ക്രിസ്പി ആയിട്ട് വേണം. കോരി മാറ്റിയാൽ ഒന്ന് നോക്കിയാൽ മതി നല്ലോണം ക്രിസ്പി ആയിനോന്ന്. എന്നിട്ട് അതേ ഓയിൽ തന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ, പയ്യോളി ചിക്കൻ റെഡിയായി. ഇനി ഇതിങ്ങനെ സെർവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യമില്ലേ ഈ തേങ്ങൻ്റെ ഈ ഒരു മസാല ഇല്ലേ, ഇത് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ചിക്കൻ വെക്കുക, മേലയിൽ കുറച്ചധികം ഈ തേങ്ങൻ്റെ മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഇല്ലേ ഈ ചിക്കനും ഈ തേങ്ങൻ്റെ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള മസാലയും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ്. നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ വലിയ അത്ര ടേസ്റ്റ് തോന്നില്ല. നല്ല ചൂടോടെ സെർവ് ചെയ്യുമ്പം അടിപൊളിയാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ മസാല ഗീ റൈസിൻ്റെ ഒക്കെ സെർവ് ചെയ്യാം, എന്തെങ്കിലും ഒരു ഗ്രേവി ആയിട്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും റൊട്ടി ഐറ്റംസിൻ്റെ ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ ഒക്കെയും പൊറോട്ടൻ്റെ ഒക്കെയും എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.